ഹലോ, നമ്മുടെ ഓണത്തിന് തലേദിവസത്തെ ഒരു തിരക്ക് പിടിച്ച സംഭവം കേട്ടോ. നമ്മൾ നാളെ പരിപ്പ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പും ശർക്കരയും നാളേക്കുള്ള പച്ചക്കറി കഷ്ണങ്ങളാണ്. പച്ചക്കറി കഷ്ണങ്ങൾ നമ്മൾ തലേദിവസം തന്നെ നുറുക്കി വയ്ക്കും. അപ്പോൾ ആ ഒരു പണിയുണ്ട്. നമ്മൾ ഇഞ്ചിയും പുളിയും നമ്മുടെ കാളനും തലേദിവസം തന്നെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇഞ്ചിയും പുളിക്കുള്ള ഇഞ്ചിയും നമ്മുടെ പച്ചമുളകും നുറുക്കി വയ്ക്കുകയാണ്. ഇപ്പം നമ്മളുടെ കാള ഉണ്ടാക്കാൻ നമ്മൾ ചേനയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചേന മുറിച്ച് ചേന തൊട്ടുണ്ടെങ്കിൽ ചൊറിച്ചിൽ വരും. അപ്പോൾ നല്ല പുളിയിഞ്ച് റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ സാമ്പാറിക്കുള്ള കഷ്ണങ്ങൾ നുറുക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായുള്ള കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ളതാട്ടോ. നമ്മുടെ ഇഞ്ചിമ്പുളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ മൂടി വയ്ക്കും. നമ്മുടെ സാമ്പാറിക്കുള്ള കഷ്ണങ്ങൾ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് നുറുക്കിയിട്ടില്ല കേട്ടോ, കഴുകണ്ടേ. പിന്നെ നമ്മുടെ മത്തലശ്ശേരിക്കുള്ളത് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നാളെ പായസം അവിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറേ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു 4-5 തേങ്ങ നുറുക്കിയല്ല ചിരകി വെച്ചിട്ടുണ്ട്. നമ്മുടെ അവിലേക്കുള്ള കഷ്ണങ്ങൾ മുറിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കാള ഉണ്ടാക്കാൻ നമ്മുടെ ജീരകം കുരുമുളകും കൂടി അരച്ച് വെച്ചത് നമ്മൾ കട്ടത്തൈരാട്ടോ, നല്ല കട്ട തൈരാട്ടോ. അതും കൂടി നമ്മുടെ കാള റെഡി ആയിട്ട് നാളേക്കുള്ള പൂക്കളത്തിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. നമ്മൾ ഉമ്മാർത്ത് പൂക്കളുണ്ട്, മുറ്റത്തും പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ.